പ്ലസ് ടു കഴിഞ്ഞ് ഏത് കോഴ്സ് എടുക്കണം, ഏറ്റവും മികച്ച കരിയർ ഏത് കോഴ്സ് എടുത്താൽ കിട്ടും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം നോക്കുന്നത്. ഏറ്റവും ടോപ്പ് കരിയറും ടോപ്പ് കോഴ്സും NITs, IITs നിന്നും ലഭിക്കുന്ന BTech, BE ഡിഗ്രികളാണ്. JEE മെയിൻ ആൻഡ് JEE അഡ്വാൻസ്ഡ് എൻട്രൻസ് എക്സാം വഴിയാണ് ഇതിലേക്ക് പ്രവേശനം ലഭിക്കുന്നത്. പ്ലസ് ടുവിന് 95% എബോവ് മാർക്കുള്ളവർക്കും കൂടുതൽ റിസ്ക് എടുത്ത് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും മാത്രം ആണ് ഇതെടുക്കാൻ സാധിക്കുന്നത്. ഇതിലെ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിംഗ്, BTech ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റ സയൻസ്, സൈബർ സെക്യൂരിറ്റി, എയ്റോസ്പേസ് എൻജിനീയറിംഗ്, റോബോട്ടിക് എൻജിനീയറിംഗ്, BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, BTech സിവിൽ എൻജിനീയറിംഗ്, BTech മെക്കാനിക്കൽ എൻജിനീയറിംഗ്, BArch, ഡിസൈൻ. ഈ 4 വർഷ ഡ്യൂറേഷൻ കോഴ്സുകൾ IITയിൽ അല്ലെങ്കിൽ NITയിൽ നിന്നും പഠിച്ചാൽ 4ാമത്തെ വർഷം ആവുമ്പോഴേക്കും ജോലി ഉറപ്പാവും. ആവറേജ് സാലറി ഏകദേശം ഒരു വർഷം 20 ലക്ഷത്തിനും 35 ലക്ഷത്തിനും ഇടയിലുള്ള പാക്കേജിൽ ടോപ്പ് കമ്പനീസിൽ നിന്നും സെലക്ഷൻ ലഭിക്കും. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ജോബ് ഓഫർ ലഭിക്കും. 4th ഇയറിൽ തന്നെ സെലക്ഷൻ കിട്ടും. മുൻപ് പറഞ്ഞ BTech കോഴ്സുകൾ കേരളത്തിലെ കീം എൻട്രൻസ് എക്സാം പാസ്സായാൽ കേരളത്തിൽ പഠിക്കാം. പക്ഷേ NITസിലും IITസിലും പഠിക്കുന്ന അത്രയും ക്വാളിറ്റി ഉണ്ടാവുന്നതല്ല. മെഡിക്കൽ ഫീൽഡ് പ്ലസ് ടു ബയോളജി സയൻസ് എടുത്ത് പ്ലസ് ടു പാസ്സാവുന്ന വിദ്യാർത്ഥികൾക്ക് MBBS, BDS, BAMS, ബാച്ചിലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി, BHMS, ബാച്ചിലർ ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ ആൻഡ് സർജറി, BVSc and AH, ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി, BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസ്, BSc MLT, BSc റേഡിയോളജി, BSc കാർഡിയോവാസ്കുലർ ടെക്നോളജി, BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, BPharm, BSc ബയോടെക്നോളജി, BSc അഗ്രികൾച്ചർ, BSc ഫോറസ്ട്രി തുടങ്ങിയ കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്ത് സെലക്ഷൻ നേടി പഠിക്കാവുന്നതാണ്. ഇതും ഹൈ സാലറി കിട്ടുന്ന ടോപ്പ് കോഴ്സസുകളാണ്. പക്ഷേ കോഴ്സ് പാസ്സായതിന് ശേഷം ഇതിനു വേണ്ടി നമ്മൾ ബെസ്റ്റ് ഓഫ് ട്രൈ ചെയ്യണം. പ്ലസ് ടുവിന് ഹൈ സ്കോറുള്ള കുട്ടികൾക്ക് ഈ കോഴ്സുകളിലേക്കെല്ലാം അഡ്മിഷൻ എടുക്കാം. BSc ഡിഗ്രി ഇൻ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, അതായത് ISER, IISc എന്നിവിടങ്ങളിലും അഡ്മിഷൻ എടുക്കുന്നതിന് പ്ലസ് ടുവിന് ഹൈ മാർക്ക് സ്കോർ ചെയ്യണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സുവോളജി, ബോട്ടണി, BSc ഡിഗ്രി എടുക്കാം. NID നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ നിന്നും ഡിസൈൻ ആൻഡ് ഫിലിമിൽ ഡിഗ്രി എടുക്കാം. IIM ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഇൻഫർമേഷൻ ടെക്നോളജി തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം ഡിഗ്രി എടുക്കാം. പ്ലസ് ടു പാസ് വിത്ത് കോമേഴ്സ് പാസ്സാവുന്നവർക്ക് ഏതെല്ലാം ഡിഗ്രികളാണ് എടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. CA, CMA, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, ACCA, BMS, ബാച്ചിലർ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, BCom, BBA തുടങ്ങിയ ഡിഗ്രികളാണ് കോമേഴ്സ് പാസ്സായവർക്ക് എടുക്കാൻ പറ്റുന്നത്. പ്ലസ് ടു ആർട്സ് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ഏതെല്ലാം ലെവലിൽ പഠിക്കാൻ പറ്റുമെന്നും ഡിഗ്രി എടുക്കാൻ പറ്റുമെന്നും നോക്കാം. BA, LLB, BBA, BJMC, ബാച്ചിലർ ഓഫ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, BFA, ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ്. കോമൺ ഡിഗ്രികളായ BA എക്കണോമിക്സ്, സോഷ്യോളജി, പൊളിറ്റിക്സ്, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, BSW തുടങ്ങിയ കോഴ്സുകളിൽ BA ഡിഗ്രി എടുക്കാം.
സയൻസ് പഠിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ടോപ്പ് പൊസിഷൻ ജോബ്സ് ലഭിക്കുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോബ് പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഹയസ്റ്റ് സാലറിയുള്ള ഡിഗ്രി IITസിൽ നിന്നും NITകളിൽ നിന്നും ഉള്ള BTech BE എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണെന്ന് നിസ്സംശയം പറയാം.